എല്ലാവർക്കും മീഡിയ പിക്സൽ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ട്രെൻഡിംഗ് വീഡിയോകൾ, വാർത്തകൾ, സ്റ്റോറികൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാലം മറന്ന കത്ത്. ഇതാണ് ഇന്നത്തെ സ്റ്റോറി. ഇലഞ്ഞിപ്പൊഴിയിൽ അതൊരു ഗ്രാമമാണ്. ഓർമ്മകൾക്ക് മീതെ പച്ചപ്പ് പടർന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിലേക്ക് പുതിയ പോസ്റ്റ്മാനായി ഡേവിഡ് എത്തിയതും അങ്ങനെ ഒരു മഴ പെയ്തു തോർന്ന പകലായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് വന്ന അവന് ആ ഗ്രാമത്തിലെ ഓരോ വഴിയും പുതിയതായിരുന്നു. ഓരോ മുഖവും ഓരോ കഥ പോലെ തോന്നിപ്പിച്ചു. ഇരിക്കെ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിലെ പൊടി പിടിച്ച പഴയ അലമാര വൃത്തിയാക്കുന്നതിനിടയിലാണ് ഡേവിഡ് ആ കത്ത് കാണുന്നത്. കാലത്തിന്റെ മഞ്ഞളിപ്പ് ബാധിച്ച വിലാസം എഴുതിയ മഷി ചെറുതായി പടർന്ന ഒരു പഴയ കത്ത്. മേൽവിലാസം വ്യക്തമായിരുന്നു: പാർവതി അമ്മ, തറയിൽ വീട്, ഇലഞ്ഞിപ്പൊഴിയിൽ. എന്നാൽ അതിൽ സ്റ്റാമ്പ് ഒട്ടിക്കുകയോ തീയതി രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ആരോ എഴുതി പോസ്റ്റ് ചെയ്യാൻ മറന്ന ഒരു കത്ത്. ഡേവിഡിന് അതൊരു കൗതുകമായി. കാലഹരണപ്പെട്ട ആ കത്ത് ചവറ്റുകൊട്ടയിൽ ഇടുന്നതിന് പകരം അവൻ അത് തുറന്നു നോക്കാൻ തീരുമാനിച്ചു. അതൊരു നിയമ ലംഘനമാണെന്ന് അറിയാമായിരുന്നിട്ടും എന്തോ ഒന്ന് അവനെ അതിലേക്ക് ആകർഷിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ കവർ തുറന്നു. അതിലെ അക്ഷരങ്ങൾ മനോഹരമായിരുന്നു. 1978 എന്ന വർഷം മുകളിൽ കുറിച്ചിട്ടിരുന്നു. കേശവൻ എന്നൊരാൾ തന്റെ പ്രിയപ്പെട്ട പാറുവിന് എഴുതിയതായിരുന്നു അത്. കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട പാറു, ഞാൻ പട്ടാളത്തിലേക്ക് പോകാനുള്ള തീവണ്ടിയിലാണ്. നാടിനെയും വീടിനെയും നിന്നെയും വിട്ടുപോകുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. പക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടി എനിക്കിത് ചെയ്തേ മതിയാവൂ. എന്റെ അഭാവത്തിൽ നീ വിഷമിക്കരുത്. ഈ ഇലഞ്ഞിപ്പൊഴിയിൽ ഗ്രാമത്തിലേക്ക്, നിന്റെ അടുത്തേക്ക് ഞാൻ ഒരു നാൾ മടങ്ങി വരും, അത് ഉറപ്പാണ്. അതുവരെ എനിക്കായി കാത്തിരിക്കണം. സ്നേഹത്തോടെ എന്റെ മാത്രം കേശവൻ. ഡേവിഡിന്റെ കണ്ണുകൾ നിറഞ്ഞു. 47 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത്. ആ കേശവൻ ആരാണ്? പാർവതി അമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമോ? കേശവൻ തിരികെ വന്നിരിക്കുമോ? 1000 ചോദ്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. പിറ്റേത് തന്റെ സ്ഥിരം കത്തുകൾ കൊടുത്തു തീർന്ന ശേഷം ഡേവിഡ് ആ പഴയ കത്തുമായി സൈക്കിളിൽ ഇറങ്ങി. തറയിൽ വീട് അന്വേഷിച്ച് അവൻ ഗ്രാമത്തിലൂടെ യാത്രയായി. പലരോടും ചോദിച്ചു. പ്രായമായ പലരുടെയും ഓർമ്മകളിൽ എവിടെയോ തറയിൽ വീട്ടിലെ പാർവതി എന്നൊരു രൂപമുണ്ടായിരുന്നു. ഒടുവിൽ പുഴയുടെ അടുത്തായി ഒരു വലിയ മാവിന്റെ തണലിൽ അവൻ ആ വീട് കണ്ടെത്തി. പഴമയുടെ പ്രൗഢിയുള്ള തേക്കിൻ തൂണുകളുള്ള ഒരു പഴയ വീട്. മുറ്റത്ത് കുറെ ചെടികൾ. വരാന്തയിലെ ചാരു കസേരയിൽ പ്രായമായ ഒരു സ്ത്രീ ദൂരേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഡേവിഡ് പതുക്കെ ആ വീടിന്റെ പടിപ്പുര കടന്നു. അവന്റെ കാൽപെരുമാറ്റം കേട്ട് ആ അമ്മ തല ഉയർത്തി നോക്കി. ഡേവിഡ് പറഞ്ഞു: പാർവതി അമ്മയാണോ? അവർ അതേ എന്ന് തലയാട്ടി. എന്താ മോനെ? അവൻ വിറയലോടെ ആ പഴയ കത്ത് അവർക്ക് നേരെ നീട്ടി. ഇതൊരു കത്താണ്. കുറെ വർഷം പഴക്കമുണ്ട്. പോസ്റ്റ് ഓഫീസിലെ പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ അമ്മയുടെ ചൊളിവ് വീണ കൈകൾ ആ കത്ത് വാങ്ങി. കവറിന് മുകളിലെ വിലാസത്തിൽ നോക്കിയതും അവരുടെ കണ്ണുകൾ വിടർന്നു. ഓർമ്മകളെ ഒരു താക്കോൽ കിട്ടിയതുപോലെ അവർ ആ കത്തിൽ തലോടി. പതിയെ, വളരെ പതിയെ അവർ ആ കത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി. വായിച്ചു തീർന്നപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുകൾ ആ കത്തിന് മുകളിലേക്ക് വീണു. ഡേവിഡ് ആകാംക്ഷയോടെ ചോദിച്ചു: അമ്മയ്ക്ക് കേശവൻ ഒരാളെ അറിയുമോ? ആ അമ്മ പുഞ്ചിരിയോടെ ഡേവിഡിനെ നോക്കി. ആ പുഞ്ചിരിക്ക് ലോകത്തിലെ എല്ലാ സങ്കടങ്ങളെയും മായ്ക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. അവർ പറഞ്ഞു: അറിയാം മോനെ, എന്റെ കേശവട്ടിനെ എനിക്കറിയാം. അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് തിരികെ വന്നു. ഞങ്ങൾ വിവാഹിതരായി. ഈ വരാന്തയിലിരുന്ന് ഒരുപാട് മഴകൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. മക്കളുണ്ടായി, പേരക്കുട്ടികളുണ്ടായി. 3 വർഷം മുമ്പ് എന്നെ തനിച്ചാക്കി പോകുന്നതുവരെ എന്റെ കേശവട്ടൻ എനിക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അവർ തുടർന്നു: ഈ കത്ത് യാത്രയിൽ വെച്ച് അദ്ദേഹം എനിക്ക് എഴുതിയതാണ്. പക്ഷേ അന്ന് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് എപ്പോഴും പറയുമായിരുന്നു. ആ കത്ത് നഷ്ടപ്പെട്ടതിന്റെ സങ്കടം ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഇത്രയും കാലം ഇത് പോസ്റ്റ് ഓഫീസിൽ ഭദ്രമായി ഇരിക്കുകയായിരുന്നല്ലേ? ഡേവിഡിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു പ്രണയത്തിന്റെ ദുരന്തകഥ പ്രതീക്ഷിച്ച അവന്റെ മുന്നിൽ കാലം പോലും തോറ്റുപോയ ഒരു പ്രണയത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കത്ത്. വൈകിയാണെങ്കിലും ആ കത്ത് അതിന്റെ യഥാർത്ഥ ഉടമയുടെ കൈകളിൽ എത്തിയിരിക്കുന്നു. ചില കത്തുകൾ അങ്ങനെയാണ്. എത്താൻ വൈകിയാലും അവയുടെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല. ഡേവിഡ് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. വെറും ഒരു കത്തല്ല, മരിക്കാത്ത ഓർമ്മകളെയാണ് താൻ കൈമാറിയതെന്ന് അവൻ അറിയാമായിരുന്നു. ഇലഞ്ഞിപ്പൊഴിയിലെ കാറ്റ് എപ്പോഴും വീശുന്നുണ്ടായിരുന്നു, ഒരുപാട് പഴയ കഥകൾ ഓർത്തുകൊണ്ട്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ വ്യത്യസ്തമായ ഏതെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഒരു കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. Yeah.